UDF യോഗം പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ വീണ്ടും യോഗം ചേരും. 6 മണിക്ക് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കൊച്ചിയിലേക്ക് പോകും. അദ്ദേഹം നാളെ രാവിലെ മടങ്ങിയെത്തിയതിനു ശേഷം വീണ്ടും യോഗം ചേരും എന്നതാണ് പറയുന്നത്. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചോ അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര മന്ത്രിസ്ഥാനം എന്നത് സംബന്ധിച്ചോ ഒന്നുമുള്ള ഒരു ധാരണയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ഒന്നും പങ്കുവെക്കുന്നില്ല നേതാക്കൾ. എന്തായാലും UDF യോഗം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ഒരു ആദ്യഘട്ടത്തിലെ ഒരു യോഗം എന്ന നിലയിൽ ഫോർമലായി ഒരു യോഗം ചേർന്നിരിക്കുന്നു എന്ന് മാത്രമാണ്. അതിനപ്പുറമുള്ള തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ UDF യോഗം കഴിഞ്ഞ് നേതാക്കൾ തിരിച്ചു പോവുകയാണ്. KPCC അധ്യക്ഷൻ നാളെ രാവിലെ വീണ്ടും യോഗം ചേരും. വി ഡി സതീശൻ 6 മണിക്ക് കൊച്ചിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് വേഗത്തിൽ യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വി ഡി സതീശൻ അവിടെ നിന്ന് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. UDF യോഗം പൂർത്തിയായിരിക്കുന്നു. നാളെ വീണ്ടും യോഗം ചേരാനാണ് തീരുമാനം. അപ്പോൾ തീരുമാനങ്ങൾ നാളെയാണ് ഇനി പ്രതീക്ഷിക്കപ്പെടുന്നത്. മന്ത്രിമാരെ നാളെ പ്രഖ്യാപിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞ ഒന്നിച്ച് തന്നെ നടത്താനുള്ള ഒരു തീരുമാനം ഇപ്പോഴത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 21 പേരെ സംബന്ധിച്ചുമുള്ള തീരുമാനം നാളെ തന്നെ ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ എത്ര മന്ത്രിസ്ഥാനം എന്ന കാര്യത്തിലോ ഒന്നും ഇന്ന് തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സസ്പെൻസ് തുടരുകയാണ്. നാളെ യോഗം ചേർന്നായിരിക്കും സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുക. ഇന്നത്തെ യോഗം വളരെ വേഗം തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. നാളെ വീണ്ടും യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ഇന്നലെ മുഴുവൻ വി ഡി സതീശനായിരുന്നു ശ്രദ്ധാകേന്ദ്രമെങ്കിൽ ഇന്ന് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങൾക്ക് പിടിതരുന്നില്ല. രാവിലെ ഗുരുവായൂരിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ സതീശനുള്ള ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വി ഡി സതീശൻ വീട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പുറത്തേക്ക് പോയി. പിന്നീട് വി ഡി സതീശൻ എത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വി ഡി സതീശന് പിന്തുണ നൽകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്ത് എന്നതിൽ വ്യക്തമായ ഒരു മറുപടിയും നൽകിയിരുന്നില്ല. ഇപ്പോൾ നമുക്കൊപ്പം കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, 2 വിവരങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, UDF യോഗം ചേർന്നു, അത് വളരെ പെട്ടെന്ന് അവസാനിച്ചിരിക്കുന്നു. വലിയ തീരുമാനങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ നീണ്ടിട്ടില്ല. നാളെ വീണ്ടും യോഗം ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അനുനയിക്കപ്പെട്ടോ രമേശ് ചെന്നിത്തല? ഇതും വ്യക്തമായിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? രേണു ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒന്ന്, ഇന്ന് UDFന്റെ നേതൃയോഗമാണ് ചേർന്നത്, അതായത് UDF കക്ഷി നേതാക്കളുടെ യോഗം. ഈ യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓരോ കക്ഷികളും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതായത് ഇത്ര മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം ലീഗും മറ്റ് ചെറുകക്ഷികളും ഉന്നയിച്ചു. ഇത് ശ്രദ്ധാപൂർവം കോൺഗ്രസ് നേതൃത്വം കേട്ടു. എന്നാൽ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്നത്തെ ചർച്ച പോയില്ല. അത് അങ്ങനെയല്ലേ പറഞ്ഞു. കൺവീനർ പത്രസമ്മേളനം ഡിസ്കഷനുണ്ട്. കക്ഷി നേതാക്കളായിട്ട് നമ്മുടെ ഓരോ വകുപ്പുകളെയും കുറിച്ചൊക്കെ പറയണ്ടേ. അത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി അത് എല്ലാവരെയും കാണും. പഠൻ അതൊക്കെ നാളെ നിങ്ങളോട് അവർ പറയും. ഞാനല്ല അത് പറയാനുള്ള അതോറിറ്റി ഇല്ല. ഇന്നിപ്പോ ഫോർമലായിട്ട് നമ്മള് ഉദാഹരണം പറഞ്ഞാല് UDF ആദ്യമായിട്ട് കൂടുകയല്ലേ. ആദ്യമായിട്ട് കൂടി അത് KPCC പ്രസിഡന്റ് അവരുടെ തീരുമാനം പറഞ്ഞു. എല്ലാവരും അത് എൻഡോഴ്സ് ചെയ്തു. അങ്ങനെയൊരു ഫോർമാലിറ്റിയാണ്. അപ്പൊ 10 വർഷത്തിന് ശേഷമായതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു അപരിചിതത്വമുണ്ട്. അങ്ങനെ ആവാലോ. 18-ാം തീയതി 10 മണിക്കാണ്. ഇതൊക്കെ പറയാൻ കൺവീനർ ഇപ്പോൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്. ഓക്കെ ഫുൾ ക്യാബിനറ്റ് ആണ്. ഇനി എന്താ ചോദിക്കാനുള്ളത്? അദ്ദേഹം ഇല്ലെങ്കിൽ ഇല്ല. വകുപ്പ് സംബന്ധിച്ചൊക്കെ നാളെ ഉള്ള ചർച്ച വെച്ചിട്ടുണ്ട്. എല്ലാ പാർട്ടികളുമായിട്ടും ചർച്ചയുണ്ടാവും. ഇന്നിപ്പോ അതിനെക്കുറിച്ചുള്ള ചർച്ചയില്ല. നാളെ കാലത്ത് 10 മണിക്ക് ആ ചർച്ച ആരംഭിച്ചാൽ ഒരു 4-5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വൈകുന്നേരം തന്നെ ആ വിവരങ്ങൾ കിട്ടും. ഈ സമയമാകുമ്പോൾ കിട്ടും. ഓക്കെ, റൈറ്റ്. CP ജോൺ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നാളെ ഇതേ സമയമാകുമ്പോൾ എത്ര മന്ത്രിസ്ഥാനം വീതം
ഘടകകക്ഷികൾക്ക് ഒപ്പം തന്നെ ഏതൊക്കെ വകുപ്പ് എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണ മാധ്യമങ്ങൾക്ക് ലഭിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നത്തേതൊരു ഫോർമൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് മാത്രമായിരുന്നു എന്ന് പറയുന്നു. കാർത്തിക്, തുടർന്നോളൂ. രേണു, 5 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചു. പക്ഷേ അതിൽ കാര്യമായ ചർച്ചകൾ നടന്നില്ല. മാത്രമല്ല 2 മന്ത്രിസ്ഥാനം എന്ന ആവശ്യം കേരള കോൺഗ്രസ് മുന്നോട്ട് വെച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നാളെ ഉഭയകക്ഷി ചർച്ചയിലായിരിക്കും തീരുമാനം. അതായത് UDF-ലെ ഓരോ കക്ഷികളുമായും കോൺഗ്രസിൻ്റെ 3 നേതാക്കൾ ഒപ്പം KPC പ്രസിഡന്റും ഇരുന്ന് നാളെ ഒരു ചർച്ച നടക്കും. ഒരു കാര്യത്തിൽ UDF നേതൃയോഗം ധാരണയിലെത്തിയിട്ടുണ്ട്. അതായത് ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യുക. അതായത് തിങ്കളാഴ്ച 21 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 ദിവസത്തെ ചർച്ചകളിലൂടെ 21 മന്ത്രിമാരെ തീരുമാനിക്കണം. സ്വാഭാവികമായും ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ വലിയ തലവേദനയില്ല. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ തലവേദന ബാക്കിയുണ്ട്. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം അത് പരിഹരിക്കുക വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിൽ. രമേശ് ചെന്നിത്തല ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം കടുത്ത അതൃപ്തിയിലായിരുന്നു. ആ അതൃപ്തി അദ്ദേഹം പ്രതികരിക്കാതെ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ആദ്യ ദിവസങ്ങളിൽ, ആദ്യ മണിക്കൂറുകളിൽ ഇവിടെ നിന്ന് പ്രതികരിക്കാതെ ഗുരുവായൂരിലേക്ക് പോവുകയും ഇന്ന് തിരിച്ചെത്തുകയുമാണ് ഉണ്ടായത്. ഇന്ന് തിരിച്ചെത്തിയ ശേഷം പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ പിരിമുറുക്കത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തല ഒരു പക്ഷേ അദ്ദേഹം മുന്നോട്ട് വച്ച ഉപാധികൾ അംഗീകരിച്ചാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാനുള്ള സജീവ നീക്കങ്ങൾ AICC-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതുള്ളതാണ് ഈ ദിവസത്തെ മറ്റൊരു പ്രത്യേകത. അതായത് കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി ചർച്ച നടത്തി. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ കേട്ടു. അന്ന് രാഹുൽ ഗാന്ധി ഈ തീരുമാനം ഫോണിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്നതിൻ്റെ വിശദമായ വിവരങ്ങളടക്കം രമേശ് ചെന്നിത്തലയോട് ദീപദാസ് മുൻഷി പങ്കുവച്ചതായാണ് സൂചന. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ പോലെയല്ല ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി അയന്നു എന്ന സൂചനകളാണ് വരുന്നത്. കാരണം അതിലേറ്റവും പ്രധാനം ഫുൾ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഈ UDF നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു, ഒരു ധാരണയായിരിക്കുന്നു. അതായത് VD സതീശൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ഉണ്ടാകും. ഇനി വകുപ്പ് സംബന്ധിച്ച തർക്കമായിരിക്കും നിലവിൽ ഉള്ളത്. അത് സംബന്ധിച്ച ചർച്ചകൾ ഇന്നിനി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം VD സതീശൻ കൊച്ചിയിലേക്ക് മടങ്ങി. മാത്രമല്ല VD സതീശൻ ഇന്ന് അദ്ദേഹത്തെ വീട്ടിലെത്തി കണ്ട് എൻ്റെ മന്ത്രിസഭയിൽ താങ്കളും ഉണ്ടാകണം എന്ന അഭിപ്രായം അദ്ദേഹത്തോട് തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകളൊന്നും നടന്നില്ല. KC വേണുഗോപാൽ ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. നാളെ അദ്ദേഹവും ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെയും KPC അധ്യക്ഷൻ്റെയും സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടക്കും. ആ ചർച്ചയിലായിരിക്കും ആവശ്യം രമേശ് ചെന്നിത്തല ഈ മണിക്കൂറിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളെ വകഞ്ഞു മാറ്റി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ ഇങ്ങനെ അകറ്റി നിർത്തിയ ഒരു സമയം ഇതിനു മുമ്പ് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും എന്തായാലും കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. അദ്ദേഹം വളരെ അസ്വസ്ഥനാണ് ഇപ്പോഴെന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ വ്യക്തമാകുന്നു. പക്ഷേ അനുനയിക്കപ്പെടുന്നു എന്ന സൂചനകൾ ഒരു ഭാഗത്തുണ്ട്. ആഭ്യന്തരം എന്നത് മാത്രമാകുമോ അദ്ദേഹത്തിന്റെ ചോയ്സ്? ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകുമോ? അത് VD സതീശനും KC വേണുഗോപാലിനും സ്വീകാര്യമാകുന്ന ഒരു നിർദ്ദേശമാണോ? എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം VD സതീശൻ നൽകുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകും, ടീം UDF ആയി തന്നെ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ ശ്രമങ്ങൾ അദ്ദേഹം നടത്തി വരികയാണ്. ഈ കൂടിക്കാഴ്ചയൊക്കെ അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് VD സതീശൻ തയ്യാറാകുമോ? KC വേണുഗോപാൽ പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു മന്ത്രിസഭയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വരുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ ഈ ചർച്ചയുടെ നേതൃസ്ഥാനം അദ്ദേഹം ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ 2 വിഭാഗങ്ങളും ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? അതിൽ പല ഘടകങ്ങളുണ്ട് രേണു. ഒന്ന്, KC വേണുഗോപാൽ പക്ഷം കടുത്ത അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രി പദം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടതിന് പിന്നാലെ കടുത്ത നിലപാടിലാണ് KC വിഭാഗം ഉള്ളത്. സ്വാഭാവികമായും KC വേണുഗോപാൽ ഇന്ന് രാത്രി എത്തി സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നു UDF യോഗത്തിന് ശേഷം. നിയുക്ത മുഖ്യമന്ത്രി
അദ്ദേഹം ശ്രീ മുഖ്യമന്ത്രി നിയുക്ത മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ എറണാകുളത്തേക്ക് പോയി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് എല്ലാ UDF നേതാക്കളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് തങ്ങൾ, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ നേതാക്കളൊക്കെ ഇന്ന് രാത്രി എത്തും. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.